ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്നാണ് വെളിപ്പെടുത്തൽ. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10, 11 years back or more. Ranjit, if I'm not mistaken. 24-നോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീലേഖ മിത്ര. ഗുരുതരമായ ആരോപണം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷൻ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായത്. പിന്നീട് ആ സിനിമയുടെ ഭാഗമാകാതെ തിരിച്ചുപോയി, ബംഗാളിലേക്ക് തിരികെ പോയി എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. നേരത്തെ ശ്രീലേഖ മിത്ര 24-നോട് വളരെ വിശദമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10, 11 years back or more. Ranjit, if I'm not mistaken. Movie. ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ശ്രീലേഖ മിത്ര വളരെ വിശദമായി നേരത്തെ ബൽറാമുമായി സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് രഞ്ജിത്താണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം, വിശദാംശങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു വെളിപ്പെടുത്തൽ ആണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര നടത്തിയിരിക്കുന്നത്. തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നേരിടേണ്ടി വന്ന പീഡനം അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് ആണ് തന്നെ അത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നാണ് ശ്രീലേഖ മിത്ര വിശദീകരിച്ചത്. അവർ ഒരു സിനിമയുടെ, അത് പാലേരി മാണിക്യം സിനിമയിലേക്കായിരുന്നു ഈ ശ്രീലേഖയെ ക്ഷണിച്ചിരുന്നത്. അതിന്റെ ക്ഷണം അനുസരിച്ച് കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ വെച്ച് ആദ്യം തന്നെ ഈ മറ്റ് സഹപ്രവർത്തകരെ പരിചയപ്പെടുന്നതിനായി മറ്റൊരിടത്തേക്ക് വിളിക്കുകയുമായിരുന്നു. അവിടെ വെച്ച് ഈ മുറിയിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതേസമയം ഫോണിൽ മറ്റൊരാളുമായി, ഒരു ഛായാഗ്രാഹകനുമായി സംസാരിക്കുകയായിരുന്നു. ആ വ്യക്തിയെ തനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന ആളായിരുന്നു ഫോണിൽ ഉണ്ടായത്. ഈ സംസാരത്തിനിടെ അലസമായ രീതിയിൽ ആണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ശ്രമം ഉണ്ടായത്. വളകളിൽ തലോടുകയായിരുന്നു. അത് കൗതുകമോ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായോ ആണ് കരുതിയത്. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതികരിച്ചില്ല. എന്നാൽ തുടർന്ന് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടതോടെ കൂടുതൽ ഇത്തരത്തിൽ ശരീരത്തിലേക്ക് സ്പർശിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. ഇതോടെ പ്രതികരിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നും, തുടർന്ന് എന്നാൽ ആ സിനിമ അവർ ചെയ്തില്ല ഇത്തരം ഒരു മോശ അനുഭവത്തെ തുടർന്ന്. എന്നാൽ തിരികെ എത്തിയ ഉടൻ തന്നെ തനിക്ക് മടങ്ങി പോകാനുള്ള ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ആ രാത്രി ഭയാനകമായ ഒരു രാത്രിയെ കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട്. മലയാള സിനിമയെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ അഭിനയിക്കണം എന്നുള്ള വലിയ മോഹവുമായി എത്തിയ അവർ പിന്നീട് കേരളത്തിലെ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും ഈ സംഭവമാണ് തനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അത് ആദ്യഘട്ടത്തിൽ അവർ ഈ സംവിധായകന്റെ പേര് വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഏത് സിനിമ എന്ന് ചോദിച്ചപ്പോൾ അവർ സിനിമയുടെ പേര്, ബംഗാളി ഭാഷയാണ് അവർക്ക് വഴങ്ങുന്നത്, മാതൃഭാഷ എന്നതുകൊണ്ട് തന്നെ മലയാളം കൃത്യമായി വഴങ്ങുന്നില്ല. അതുകൊണ്ട് സിനിമയുടെ പേര് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിന്റെ സംവിധായകന്റെ പേര് രഞ്ജിത്ത് ആണ് എന്ന് അവർ കൃത്യമായി തന്നെ വെളിപ്പെടുത്തി. തുടർന്ന് എന്തായാലും ഈ വിഷയത്തിൽ അവർ ഈ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം പിന്നീടും ഈ ശ്രീലേഖ മിത്ര നേരത്തെയും ബംഗാളി സിനിമയിലും മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായ ഘട്ടത്തിൽ മീറ്റു തരംഗം തന്നെ ബംഗാളി സിനിമയിൽ ഉയർത്തിക്കൊണ്ടുവന്ന സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൃത്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്
തന്നെയാണ് വളരെ കൃത്യമായ ഒരു അഭിപ്രായം തന്നെയാണ് അവർ ഈ വിഷയത്തിലും പ്രതികരിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്നും ഇത്തരത്തിലുള്ള ആളുകളെ തുറന്നു കാട്ടണമെന്നുമുള്ള ശ്രമം ഇവരുടെ ബൽറാം, ഈ ഭാഗത്ത് വെളിപ്പെടുത്തലിൽ അവർ കൂടുതലായി വിശദീകരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം അവർ ബംഗാളിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ആരെങ്കിലും ബന്ധപ്പെട്ടോ അക്കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ബൽറാം? റിജിത്ത് ഈ വിഷയത്തിൽ താൻ ഈ സിനിമ ചിത്രീകരിക്കുന്ന വേളയിൽ ഇതിനായി ഈ പാലേരി മാണിക്യത്തിന്റെ അഭിനയിക്കുന്നതിനായി തന്നെ ക്ഷണിച്ച അതേ ആളുകൾ വഴി തന്നെ തിരികെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ഇക്കാര്യം അറിയിച്ചിരുന്നു അവരെ. തുടർന്ന് ഈ വിഷയത്തിൽ പലപ്പോഴും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ഇത് തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും നടപടി ഉണ്ടായില്ല. പിന്നീട് മലയാള സിനിമയിലും അവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ല. ഒപ്പം തന്നെ മലയാളത്തിൽ അഭിനയിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു മോശകരമായ അനുഭവം അവർക്ക് ഈ കേരളം എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മോശമായ അനുഭവമാണ് ഉണ്ടായത് എന്നുമാണ് അവർ വിശദീകരിച്ചത്. ഇതിനെ തുടർന്നാണ് പിന്നീട് മലയാളത്തിൽ അഭിനയിക്കാതിരുന്നത്. മറ്റ് പല ഭാഷകളിലും സമാനമായ അനുഭവം ഉണ്ടായതായും അവർ വിശദീകരിക്കുന്നുണ്ട്. ബംഗാളിൽ മുതിർന്ന താരങ്ങൾക്ക് എതിരെ പോലും അവർ ഇത്തരത്തിലുണ്ടായ പ്രവർത്തികൾ അവർ തുറന്നു കാട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് ബംഗാളി സിനിമയിൽ അടക്കം തനിക്ക് പ്രതിസന്ധി നേരിട്ട ഒരു സാഹചര്യവും അവർ തുറന്നു പറയുന്നുണ്ട്. ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് തുറന്നു പറയുക എന്നതാണ് തന്റെ നിലപാട്. ആരാണോ ഇത്തരത്തിൽ പെരുമാറുന്നത്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത്, അവരെ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് തന്റെ രീതി എന്നവർ വിശദീകരിക്കുന്നുണ്ട്. താൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ തന്റെ കലയാണ് അവിടെ വിൽക്കുന്നത്, ശരീരമല്ല എന്നുള്ളതാണ് നിലപാട്. സ്ത്രീകൾ നടികൾ ആ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നും അതിനപ്പുറത്തേക്ക് ഈ ഒരു നിലപാടെടുക്കുന്നവരെ മനഃപൂർവ്വം ഒഴിച്ചു നിർത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിലാണ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തനിക്ക് നേരിട്ട ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം, അതിനൊരു നിയമപരമായ തുടർ നടപടികൾ ആലോചിക്കുന്ന കാര്യം, അതൊക്കെ അവർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ബൽറാം? റിജിത ഇക്കാര്യത്തിൽ ഉള്ള നിയമപരമായ നീക്കത്തിന് തയ്യാറാണോ എന്ന ചോദ്യത്തോട് അവർ തീർച്ചയായും അതിൽ മടിയില്ല എന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ ഹേമ കമ്മിറ്റിയോ സമാനമായ മറ്റേതെങ്കിലും കമ്മിറ്റികളോ ഈ വിഷയത്തിൽ തന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ശേഷം തന്നോട് പ്രതികരണം തേടുകയോ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ കൃത്യമായി മൊഴി നൽകാനും തെളിവുകൾ നൽകാനും തയ്യാറാണ് എന്നും അവർ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ അവർ ഇത് മലയാളം എന്നുള്ളതല്ല, മറ്റ് ചലച്ചിത്ര മേഖലയിൽ എല്ലാം തന്നെ മുംബൈ അവർ എടുത്തു പറയുന്നുണ്ട്. മുംബൈയിലെ പരസ്യ ചിത്രങ്ങളിലും ഒപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചപ്പോൾ മാത്രമാണ് ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടുള്ളത്. മറ്റെല്ലായിടത്തും തന്നെ ഏറിയും കുറഞ്ഞും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പരാതി നൽകുകയാണെങ്കിൽ നിലവിലെ സിനിമാ വ്യവസായത്തിലെ 50% പേർ അഴിക്കുള്ളിലാകും എന്നുമാണ് ഒരു മുതിർന്ന നടി, ബംഗാളിലെ മുതിർന്ന നടിയായ നടി തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീലേഖ മിത്രയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് തന്റെ നിലപാട് എന്നവർ വിശദീകരിക്കുന്നു. ഇക്കാര്യത്തിൽ തുടർ നടപടികൾക്ക് തയ്യാറാണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയം ഇക്കാര്യം ലോകത്തോട് ഇക്കാര്യം അറിയിക്കണം, ആളുകളുടെ മുഖം മൂടി തുറന്നു കാണിക്കണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ അതിന് നേരത്തെ അത് കഴിഞ്ഞില്ല, അതിന് ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. വിഷയത്തിൽ എന്തായാലും തുടർ നീക്കങ്ങൾക്ക് തയ്യാറാണ് എന്നും നിയമപരമായ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. ബൽറാം, ഈ സംഭവങ്ങൾ ഇവിടെയുള്ള ആരോടെങ്കിലും അവർ നേരത്തെ നമ്മൾ പറഞ്ഞു അവർ അതിനുശേഷം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ എതിർത്തത് കൊണ്ടാണ് തനിക്ക് അവസരമില്ലാതായി മാറിയത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ആ ദുരനുഭവം അവർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ അതൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. അത് ഇവിടെ കേരളത്തിൽ അന്നുണ്ടായിരുന്ന ആരോടെങ്കിലും പങ്കുവച്ച ശേഷമാണ് അവർ പോയത്, അല്ലെങ്കിൽ അവർ ആരോടെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു? അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ അവർ നടത്തിയിരുന്നു ബൽറാം? റിജിത തീർച്ചയായും കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴും കൊൽക്കത്തയിൽ തന്നെ താമസിക്കുന്ന ജോഷി ജോസഫ്, അദ്ദേഹം എഴുത്തുകാരനാണ്.
ഒപ്പം തന്നെ ദൂരദർശനിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. കൂടാതെ ഡോക്യുമെന്ററി സംവിധായകനാണ്. ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയ്ക്ക് ഉൾപ്പെടെ സുപരിചിതനായ അദ്ദേഹവുമായ വഴിയാണ് ഇവർക്ക് ക്ഷണമെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ദുരനുഭവം ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തെ വിവരം അറിയിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ദുരനുഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ നടപടികളിലേക്കുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് തുടർച്ച ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് അത്തരത്തിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർ നേരിട്ട ഒരു അനുഭവം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഈ ദുരനുഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ഹോട്ടലിൽ അതീവ ഭയാനകമായ രാത്രിയിൽ തന്നെ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതായ സാഹചര്യം അറിയിച്ചിരുന്നു. തുടർന്ന് നടപടികളിലേക്ക് ഉള്ള ആലോചനകളും നടന്നിരുന്നു. എന്തായാലും വ്യക്തിപരമായി വളരെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു മലയാളത്തിലേക്ക് പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന താരത്തോടൊപ്പം അഭിനയിക്കുക എന്ന വലിയ ആഗ്രഹവും കൂടി പരിഗണിച്ചായിരുന്നു കേരളത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരനുഭവമാണ് താൻ നേരിട്ടത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ, നിയമപരമായ നടപടികൾ, അല്ലെങ്കിൽ കമ്മിറ്റികളോ സമിതികളോ മറ്റേതെങ്കിലും അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ കൃത്യമായ വിവരങ്ങൾ, മൊഴികളും തെളിവുകളും നൽകാൻ തയ്യാറാണ് എന്നും സ്ത്രീകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവരെ തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് തന്റെ നിലപാട് എന്നുമാണ് ശ്രീലേഖ മിത്ര വ്യക്തമാക്കുന്നത്. ബൽറാം, ഇനിയും ഈ നിയമ നടപടികൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഇത് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്, അവർ വിവരങ്ങൾ കൈമാറിയ ആളുകളൊക്കെ ഉണ്ട്, അവരുമായൊക്കെ സംസാരിക്കാനും അത് ഓൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നീക്കം അവർ നടത്തുന്നുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഈ നടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ ബൽറാം? നിലവിൽ ശ്രീലേഖ മിത്രയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലപാട് എന്നുള്ളത് ഈ നെയിം ആൻഡ് ഷെയിം എന്നുള്ള നിലപാടാണ്. അവർ നേരത്തെയും ബംഗാളി സിനിമയിലും ഈ നിലപാട് സ്വീകരിച്ചിരുന്നു. മുതിർന്ന താരങ്ങൾ പ്രസേൻജിത്ത് ചാറ്റർജി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, മോശം പെരുമാറ്റങ്ങൾ, മീറ്റു ആരോപണ ഘട്ടത്തിൽ ആ ഒരു തരംഗത്തിൽ അതിൽ ബംഗാളി സിനിമയിൽ മുൻകൈയെടുത്തത് ഇവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് തന്റെ വ്യക്തിപരമായ നിലപാട് എന്നാണ് അവർ വിശദീകരിച്ചത്. ഈ വിഷയത്തിലും അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ സമിതികളോ മറ്റ് കമ്മിറ്റികളോ അല്ലെങ്കിൽ നിയമപരമായ നീക്കങ്ങൾക്കോ സാധ്യതയുണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ താൻ സഹകരിക്കാൻ തയ്യാറാണ് എന്നും തന്റെ പക്കലുള്ള വിവരങ്ങൾ, തെളിവുകൾ എന്നിവ കൈമാറാനും മൊഴി നൽകാനും തയ്യാറാണ് എന്നുമാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സിനിമാ മേഖലയിൽ ആകെ വലിയ തോതിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതൊരു യാഥാർത്ഥ്യമാണ് എന്നും അവർ വിശദീകരിക്കുന്നു. അത്തരത്തിൽ നിയമ നടപടി സ്വീകരിച്ച് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സിനിമാ മേഖലയിലെ 50% പേരും അഴിക്കുള്ളിലാകും എന്നുമാണ് അവർ ഈ കാര്യത്തെക്കുറിച്ച്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡീഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറി എന്നാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് നിയമ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എന്ന് നടി പറയുന്നു.